എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ അത്തം പത്തിന് പൊന്നോണം സീരീസ് സീസൺ 5 ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള സൂപ്പർബ് ആയിട്ടുള്ള അടിപൊളി ഓണം ലുക്കാണ്. അപ്പോൾ ഹെയർ സ്റ്റൈലും ഉണ്ട്, മേക്കപ്പും ഉണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ ഡെർമാവെബിൻ്റെ ക്ലെൻസർ ഉപയോഗിച്ചിട്ട് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ മിനിമലിസ്റ്റ് വിറ്റമിൻ സി സിറമാണ് കേട്ടോ യൂസ് ചെയ്യണത്. അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കയ്യിലുള്ള നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഏത് സ്കിൻ കെയർ പ്രോഡക്റ്റ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പക്ഷേ എന്തായാലും നമ്മൾ മോയ്സ്ചറൈസറും സൺസ്ക്രീനും സ്കിപ്പ് ചെയ്യരുതെന്നേ ഉള്ളൂ. ഐ ക്രീം യൂസ് ചെയ്യുന്നുണ്ട് നമ്മളിന്ന്. മമ്മാത്തിൻ്റെ ഐ ക്രീമാണ്, നല്ല ഐ ക്രീമാണ് കേട്ടോ അത്. പിന്നീട് നമ്മൾ ലിപ് ബാം എഗെയിൻ മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമ്മൾ മമാത്തിൻ്റെ ലിപ് ബാമാണ് യൂസ് ചെയ്യണത്. ന്യൂട്രിയമിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യണത്. അത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മോയ്സ്ചറൈസറും സൺസ്ക്രീനും. ഇത് രണ്ടും മാത്രം സ്കിപ്പ് ചെയ്യരുത്. എന്നിട്ട് നമുക്ക് വാസ്ലിൻ്റെ സൺസ്ക്രീൻ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫേസിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ സൺസ്ക്രീൻ സ്റ്റിക്ക് കുറച്ചൊരു പൊടിക്ക് ഓയിലിയാണ്, പക്ഷേ എൻ്റെ സ്കിൻ ടൈപ്പിന് അത്യാവശ്യം നന്നായിട്ട് സൂട്ട് ആവുന്നുണ്ട്. നല്ല സൺസ്ക്രീനാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് മേക്കപ്പ് പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ലാക്മേയുടെ ലൂമി ക്രീമാണ്. ഇതൊരു 250 റേഞ്ചിൽ നമുക്ക് കിട്ടും. അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ. ഉള്ളിൽ നിന്നുള്ളൊരു ഗ്ലോ തോന്നിപ്പിക്കാനായിട്ട് നല്ല പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് എല്ലാ സ്കിൻ ടോണിനും ഓൾമോസ്റ്റ് സൂട്ടാവുന്നതാണ് കേട്ടോ. അത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലർ, ഇതാണ് സോഫാർ ഞാൻ ഉപയോഗിച്ചതിൽ ഏറ്റവും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള കൺസീലർ. അപ്പോൾ ഇത് എൻ്റെ സ്കിൻ ടൈപ്പ് സ്കിൻ ടോണിന് ചേരുന്നത് കിട്ടിയിരുന്നുള്ളതാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള കാര്യം. കാരണം എൻ്റെ ഒരു ഡസ്കി ഡീപ്പ് സ്കിൻ ടോണിൽ വരുന്നത് ആയതുകൊണ്ട് തന്നെ കറക്റ്റ് കൺസീലർ ഷെയ്ഡ് കിട്ടാൻ പാടാം. നമ്മൾ മാർസിൻ്റെ ബ്യൂട്ടി സ്പഞ്ചോ അതല്ലെങ്കിൽ മാർസിൻ്റെ തന്നെ നമുക്ക് സെറ്റ് ഓഫ് മേക്കപ്പ് ബ്രഷ് ഉണ്ട്, അത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. മേക്കപ്പ് സ്പഞ്ച് ആണെങ്കിൽ ഒരു 150 റേഞ്ചാണ്. ഈ ബ്രഷ് സെറ്റ് ആണെങ്കിൽ 1000 രൂപയാണ് കേട്ടോ. നല്ല അഫോർഡബിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മേക്കപ്പ് ബ്രഷ് സെറ്റിൽ ഫൗണ്ടേഷൻ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അടിപൊളിയായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്. പക്ഷേ കൺസീലർ ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന അത്ര കണ്ട് നമുക്ക് പ്രിസൈസായിട്ട് ഫൗണ്ടേഷൻ ബ്രഷ് വെച്ച് ബ്ലെൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ വർക്കൗട്ട് ആക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അത്ര കുഴപ്പമൊന്നുമില്ല. എനിക്ക് എന്തായാലും ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഒരു ലെയറും കൂടി കൺസീലർ അപ്ലൈ ചെയ്യാണ്, കുറച്ചും കൂടി ഒരു കവറേജിന് വേണ്ടിയിട്ട്. വേണമെന്നില്ല, പക്ഷേ ഓണം ലുക്ക് ആയതുകൊണ്ട് കുറച്ച് തിളങ്ങി നിൽക്കാമല്ലോ നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഒരു ലെയറും കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സ്പഞ്ച് വെച്ചിട്ട് അതിൻ്റെ മീതെ കൂടെ ഒന്നും കൂടി നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ബ്രഷ് വെച്ച് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം അതിന് മീതെ മേക്കപ്പ് സ്പഞ്ച് വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യുമ്പോൾ അടിപൊളി ഫിനിഷാണ് തരുന്നത്. മാർസിൻ്റെ ഇത് ഒരു ബനാന പൗഡറാണ്. കോമ്പാക്ട് പൗഡർ എനിക്ക് അത്ര അഫോർഡബിൾ ആയിട്ടുള്ള നല്ലത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇത് നല്ലതാണ് കേട്ടോ. ഈ ബനാന പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നല്ലോണം അങ്ങനെ തന്നെ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആക്കിയിട്ട് നിർത്തും. അപ്പം ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഒരുപാട് ഇടണ്ട, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. കാരണം കുറച്ചും കൂടി ഡ്രൈ ആക്കാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ഒരു അടിപൊളി ലൂസ് പൗഡറാണ് കേട്ടോ. മാർസിൻ്റെ തന്നെ നമ്മൾ ഇത് ഐഷാഡോ എടുത്തിട്ടുണ്ട്. അതിൽ ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ ഔട്ടർ കോർണേഴ്സിൽ ഫസ്റ്റ് ഒന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഔട്ടർ കോർണേഴ്സിൽ ജസ്റ്റ് ഒന്നിങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അതിനുശേഷം നമുക്ക് ഈ ഒരു ടെറക്കോട്ട ഷെയ്ഡില്ലേ ഇതെടുക്കാം കേട്ടോ. ഇതെടുത്തിട്ട് നമുക്ക് ക്രീസിൻ്റെ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. രണ്ട് കണ്ണിൻ്റെ അവിടെയും അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സെയിം ബ്രഷ് വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇതും ആ മാർസിൻ്റെ സെറ്റിൽ വരുന്ന ബ്രഷാണ്. ഇതൊരു ബ്ലെൻഡിങ് ബ്രഷാണ്. നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട് കേട്ടോ. നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു ബ്രഷ് സെറ്റ് അത്യാവശ്യം നല്ലതാണ്. കൺസീലർ ബ്രഷ് ഇല്ല എന്നുള്ളത് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാം കൊണ്ടും വളരെ നല്ലൊരു ബ്രഷ് സെറ്റാണ്. 1000 രൂപയ്ക്ക് എനിക്ക് തോന്നുന്നു ഇത് അടിപൊളിയാണ്. കാരണം ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യാൻ തന്നെ സൂപ്പർബാണ്. അപ്പോൾ നമ്മൾ ഐഷാഡോ ബ്ലെൻഡ് ചെയ്തുല്ലോ. അതിന് ശേഷം നമുക്ക് ഇതിൽ തന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ മിഡിലിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇന്നർ കോർണേഴ്സിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ട് കേട്ടോ. എന്നിട്ട് അതിൽ തന്നെയുള്ള കോപ്പർ ഷെയ്ഡ് എടുത്തിട്ട് ബാക്കിയുള്ള ഭാഗത്ത് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ലിഡിൻ്റെ അവിടെ മാത്രമായിട്ട്. എന്നിട്ട് നമുക്കിത് രണ്ടും കൂടിയിട്ട്, അതായത് ഈ ഗോൾഡൻ ഷെയ്ഡും കോപ്പർ ഷെയ്ഡും ഒന്ന് ലൈറ്റായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് ബ്ലെൻഡ് ചെയ്യണ്ട, ലൈറ്റായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിൽ നിർത്തണമെങ്കിൽ ഇതിൽ നിർത്താം, പക്ഷേ ഞാനിന്ന് ഇടുന്നത് ഒരു പിങ്ക് ഔട്ട്ഫിറ്റാണ്, ബ്ലൗസ് സ്കേർട്ടും. അപ്പോൾ അതിന് മാച്ച് ആവാനായിട്ട് ഒരു ഷിമ്മർ ഷെയ്ഡ്, പിങ്ക് ഷിമ്മർ ഷെയ്ഡ് എടുത്തിട്ട് മോവ് ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ മീതെ ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇന്നർ കോർണേഴ്സ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഗോൾഡൻ ഷെയ്ഡ് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അതെന്നെ വെച്ചിട്ട് കണ്ണിൻ്റെ ഇന്നർ കോർണേഴ്സിൻ്റെ അവിടെയായിട്ട് സെയിം ബ്രഷ് വെച്ചിട്ടൊന്ന് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ കണ്ണ് നല്ലോണം ഇങ്ങനെ വിടർന്ന് എടുത്ത് കാണിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അത് നല്ലതാണ്. നമ്മൾ നേരത്തെ എടുത്ത ടെറക്കോട്ട ഷെയ്ഡില്ലേ അത് തന്നെ
എടുത്തിട്ട് കണ്ണിൻ്റെ താഴെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്മോക്ഡ് ലുക്ക് ഉണ്ടാവും. അത് മാത്രമല്ല ഐഷാഡോവിൻ്റെ ഒരു കംപ്ലീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് കണ്ണിൻ്റെ താഴെയും കൂടി ഐഷാഡോ ഇട്ട് കൊടുക്കുന്നത് നല്ല ഭംഗിയാക്കും കേട്ടോ. കംപ്ലീറ്റ്നെസ് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നീട് നമുക്ക് സ്വിസ് ബ്യൂട്ടിയുടെ കാജൽ എടുക്കാം. അടിപൊളി കാജലാണ്, എന്ത് അഫോർഡബിൾ ആണെന്ന് പറയുക. 120-150 റേഞ്ചിൽ ഇടുന്ന കാജലാണ്. സൂപ്പർബ് കാജലാണ് കേട്ടോ. നമ്മൾ കണ്ണിൻ്റെ താഴെയും അതേപോലെ തന്നെ ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ണിങ്ങനെ മേപ്പട്ടേക്ക് ആക്കിയിട്ടേ അവിടെ ഇങ്ങനെ എഴുതി കൊടുത്താണല്ലോ കൺപീലി നല്ലോണം ഉള്ള പോലെ ഇങ്ങനെ ഒരു ഇല്യൂഷൻ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം നല്ലോണം നമ്മൾ കാജൽ നന്നായിട്ട് ഇങ്ങനെ പരത്തി എഴുതുക എന്ന് പറയില്ലേ, നല്ലോണം കറുപ്പിച്ച് എഴുതുന്നുണ്ട് കേട്ടോ. അതായത് ഉള്ളിൽ മാത്രമല്ല കൺപീലിയുടെ പുറത്തുമായിട്ടും നമ്മൾ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 കണ്ണിലും നന്നായിട്ട് നമ്മൾ എഴുതി കൊടുക്കുന്നുണ്ട്. ഓണമല്ലേ, അപ്പോൾ നമ്മൾ നന്നായിട്ട് കണ്ണെഴുതിയിട്ടുള്ള ലുക്ക് വരുമ്പോൾ നല്ല രസമല്ലേ. ചെറുതായിട്ട് കണ്ണിൻ്റെ മീതിയായിട്ട് വാലൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. വാല് മാത്രമേ കണ്ണിൻ്റെ മീതി നമ്മൾ എഴുതി കൊടുക്കണുള്ളൂ, വേറെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്നും എഴുതി കൊടുക്കണില്ല. അത് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ, അങ്ങനെ ആകുമ്പോൾ കണ്ണിനൊരു വലിപ്പം തോന്നിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് സെയിം ബ്രഷ് വെച്ചിട്ട് ആ ടെറക്കോട്ട ഷെയ്ഡ് എടുത്തിട്ട് ഒന്നും കൂടി കണ്ണിൻ്റെ താഴെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. മസ്കാര നമ്മൾ മാർസിൻ്റെ മസ്കാരയാണ് എടുക്കുന്നത്. നല്ല മസ്കാരയാണ്, പക്ഷേ ഇത് സെറ്റ് ആവാൻ കുറച്ച് താമസം എടുക്കും. അതായത് ഉണങ്ങി കിട്ടാൻ കുറച്ച് താമസം എടുക്കും. അത് മാത്രമേ എനിക്ക് ഇതിനൊരു നെഗറ്റീവായിട്ട് തോന്നിയുള്ളൂ. പക്ഷേ അഫോർഡബിൾ റേറ്റിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ദി ബെസ്റ്റാണ്. ഇതിൽ എല്ലാ പ്രോഡക്ട്സും മേക്കപ്പ് പ്രോഡക്ട്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ബിലോ 300, 250നെക്കാട്ടിലും കുറവാണ് കൂടുതലും ഉള്ളത് കേട്ടോ. 1-2 പ്രോഡക്റ്റ് മാത്രം മേ ബി ലൈക്ക് 280 റുപ്പീസിനൊക്കെയാണുള്ളത്. മാർസിന് തന്നെ ഐബ്രോ പെൻസിലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സ്പൂളി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് പെൻസിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ചെറിയ ചെറിയ സ്ട്രോക്സ് ഒന്ന് ഐബ്രോസിൻ്റെ അവിടെ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ട് നമ്മൾക്ക് എഗെയിൻ സ്പൂളി വെച്ചിട്ട് ഒന്നും കൂടി ഇരി കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ സെറ്റായിട്ട് അവിടെ തന്നെ ഇരുന്നോളൂ കേട്ടോ. നല്ല ഭംഗിയായിട്ടിരിക്കും. നല്ല ഷെയ്ഡ് ആണ് ഈ ഐബ്രോ പെൻസിലിൻ്റെ. ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് നോസ് മാത്രം ഒന്ന് കോൺടോർ ചെയ്യാം. ഇനിയിപ്പോൾ അതിന് വേണ്ടി പ്രത്യേകം കോൺടോർ പ്രോഡക്റ്റ് ഒന്നും എടുക്കണില്ല. നമുക്ക് ഐബ്രോ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ തന്നെ അത് വെച്ചിട്ട് തന്നെ നമുക്ക് നോസ് മാത്രമൊക്കെ ആണെങ്കിൽ കോൺടോർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നോസ് ഒന്ന് കോൺടോർ ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. മാർസിന് തന്നെ ഇതൊരു ലിപ് ക്രയോൺ ആണ്. ഇത് ഒരു ന്യൂഡ് ഷെയ്ഡാണ്, ഒരു ടെറക്കോട്ട ന്യൂഡ് ഷെയ്ഡാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ന്യൂഡ് ഷെയ്ഡ് ആവാം. വേറെ ഒന്നുമല്ല കേട്ടോ, ന്യൂഡ് ഷെയ്ഡ് എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് മാത്രം. പിന്നെ ഐസ് നമ്മൾ നന്നായിട്ട് കാജലൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ന്യൂഡ് ഷെയ്ഡ് ആയിക്കോട്ടെ വിചാരിച്ചു. അത് തന്നെ നമ്മൾ ബ്ലഷായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലത് ഈ ടെറക്കോട്ട ഷെയ്ഡ്, ഈ ന്യൂഡ് ഷെയ്ഡൊക്കെ നല്ല രസം. ബ്ലഷായിട്ട് ഇടുമ്പോഴും നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ. കുറച്ചൊരു ബ്രൗണിഷ് ന്യൂഡല്ലേ ഇത്. പിന്നെ ഒരു ഐഷാഡോ ഷെയ്ഡ്, ഒരു പിങ്കി ഐഷാഡോ ഷെയ്ഡ് എടുത്തിട്ട് ഞാനൊന്ന് ലിപ്സ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു മാറ്റ് ഷെയ്ഡാക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് മാർസിന് തന്നെ ഹൈലൈറ്റർ എടുത്തിട്ട്, നല്ല അടിപൊളി ഹൈലൈറ്ററാണ് കേട്ടോ. ഒരു 250നെക്കാട്ടിലും താഴെയുള്ളൂ ഇതിൻ്റെ റേറ്റ്. അപ്പോൾ അത് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചീക്ക് ബോൺസിൻ്റെ അവിടെയും നോസിൻ്റെ അവിടെയും താടിയുടെ അവിടെയും ചെറുതായിട്ട് നെറ്റിയുടെ അവിടെയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ കോളർ ബോൺസിൻ്റെ അവിടെ ഈ എല്ലിങ്ങനെ പൊന്തി നിൽക്കണം. ഓൾറെഡി എൻ്റെ പൊന്തിയാണ് നിൽക്കണം, എന്നാലും പിന്നെ ഒന്നും കൂടി പൊന്തി നിന്നോട്ടെ. അപ്പോൾ നമ്മൾ അവിടെയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഷാമ്പെയിൻ ഷെയ്ഡ് എടുത്തിട്ട് ഐബ്രോസിൻ്റെ തൊട്ട് താഴെ ഒന്ന് എഴുതി കൊടുക്കാം. ഇത് ഐബ്രോസ് ഉണ്ടല്ലോ നന്നായിട്ട് എടുത്തറിയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതിനായിട്ടാണ് നമ്മൾ ഐബ്രോസിൻ്റെ താഴെ ഈ ഷാമ്പെയിൻ ഷെയ്ഡ് ഇട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഹെയർ സ്റ്റൈൽ നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സിറം എടുത്തിട്ട് നന്നായിട്ടൊന്ന് മുടിയിലെ ജടയൊക്കെ കളയുന്നുണ്ട്. ഈ ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ട് നമ്മുടെ മുടി സെറ്റ് ചെയ്യുക അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ. നമ്മുടെ മുടി എങ്ങനെയാണോ, ഏത് ടെക്സ്ചറിലാണെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ തന്നെ ചെയ്യാവുന്ന. നമ്മൾ നടുവിൽ നിന്ന് ഒരു സെക്ഷൻ എടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ സാധാരണ രീതിയിൽ ഫ്രണ്ടിൽ നിന്ന് 2 സെക്ഷൻ എടുത്തിട്ട് നമ്മൾ മെടഞ്ഞു തുടങ്ങുകയാണ് കേട്ടോ. മെടഞ്ഞ് തുടങ്ങുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് സൈഡിൽ നിന്ന് 2 സൈഡിൽ നിന്നും കുറച്ച് മുടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്നുമില്ല, നമ്മൾ സാധാരണ ഇങ്ങനെ എല്ലാ മുടിയും കൂടി കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ മെടഞ്ഞ് വരുന്ന ഒരു ടൈപ്പ് നമ്മൾ പണ്ട് മുതൽക്ക് ചെയ്യണില്ല, അത് തന്നെയാണ്. പക്ഷെ നമ്മൾ ഇതിപ്പോൾ എവിടെ നിന്നാണ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ മുടി സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ അവിടെ നിന്ന് തന്നെ ഇങ്ങനെ ചെയ്തു തുടങ്ങാമെന്നുള്ളത് കണ്ടോ. മെടഞ്ഞ് നമുക്ക് ക്രൗൺ ഏരിയയുടെ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹെയർ പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു സെക്ഷൻ അങ്ങനെ കഴിഞ്ഞു. ഇനി അപ്പുറത്തെ 2 സൈഡിലും ഇല്ലേ, അതും കൂടി ഇതേപോലെ മെടയാവുന്നതാണ്. അതിനെക്കാട്ടിലും മുന്നേ നമുക്കൊന്ന് വലിച്ചു കൊടുത്തൊരു കുറച്ച് വോള്യൂമിനസ് ആക്കാം. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ എന്താ ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ ഫ്രണ്ട് ഭാഗത്തു നിന്ന് 2 സെക്ഷൻ ഹെയർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നടുവിൽ നിന്ന് എടുത്തിട്ട് മെടയാൻ തുടങ്ങാം. മെടഞ്ഞ് തുടങ്ങുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് 2 സൈഡിൽ നിന്നും ഓരോരോ സെക്ഷൻ മുടി ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇൻ കേസ് നമുക്ക് 2 സൈഡിൽ നിന്നും ആഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ചെവിയുടെ അവിടെ നിന്ന് മാത്രമായിട്ടാണെങ്കിലും ഇങ്ങനെ ചെറിയ സെക്ഷൻ മെടയുന്നതിൻ്റെ ഒപ്പം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. നമുക്കിത് കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ്
കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. ഒന്നുമില്ല, മെടയാൻ അറിയുന്നവർക്ക് ചെയ്യാവുന്ന ഹെയർ സ്റ്റൈലാണ്, എളുപ്പത്തിൽ ചെയ്തെടുക്കാം കേട്ടോ. പക്ഷേ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമായിട്ടുണ്ടാവും. നമ്മൾ കുറേ സമയം എടുത്ത് ചെയ്തൊരു ഹെയർ സ്റ്റൈൽ പോലെയുണ്ട്. നമുക്ക് അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും മെടയാം. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഓരോരോ സെക്ഷൻ ഇങ്ങനെ ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് പിന്നിലേക്ക് എത്തുമ്പോൾ ഹെയർ പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് മുടിയെല്ലാം കൂടി കൂട്ടിപ്പിടിച്ച് മെടയണമെങ്കിൽ മെടയാം. നമുക്കത് മുല്ലപ്പൂ വെച്ചിട്ടുള്ളൊരു ബൺ ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിന്നൊരു ധാവണി ലുക്കാണ് ക്രിയേറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നിറയെ മുല്ലപ്പൂ വെച്ചിട്ടുള്ളൊരു ബൺ ലുക്ക് ചെയ്തെടുക്കുമ്പോൾ നല്ല രസമുണ്ടാവും. അപ്പോൾ നമ്മൾ ഹെയർ പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് വലിച്ചു കൊടുക്കുക. കുറച്ച് ലൂസായിട്ടുള്ള രീതിയിൽ നിൽക്കുമ്പോഴാണ് കുറേ കൂടി ഭംഗി ഉണ്ടാവുക, അപ്പോഴാണ് കുറേ കൂടി വോള്യൂം തോന്നിക്കുക. പിന്നെ മെസ്സി ലുക്ക് കുറച്ച് നല്ലതല്ലേ, പ്രോപ്പർ മെസ്സി ആവണമെന്നില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുത്ത് ലൂസായിട്ടുണ്ടെങ്കിൽ കുറേ കൂടി ഭംഗി ഉണ്ടാവും. നമ്മളെല്ലാം മുടിയും കൂടി കൂട്ടിപ്പിടിച്ചിട്ട് ഹെയർ ടൈ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് ചുറ്റി കൊടുത്തിട്ട് നമ്മൾ എഗെയിൻ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എൻ്റെ മുടിക്ക് ഉള്ളില്ലാത്ത കാരണം ഞാൻ അതിൻ്റെ മീതെ ഒരു എക്സ്റ്റൻഷൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. റിയൽ എക്സ്റ്റൻഷൻ വേണമെങ്കിൽ നമുക്ക് നിഷ് ഹെയർ സ്റ്റോറുണ്ട്, ഇൻസ്റ്റാ സ്റ്റോറുണ്ട്, അതിൽ നിന്ന് വേണമെങ്കിൽ മേടിക്കാം. എവിടെ നിന്ന് വേണമെങ്കിലും ലോക്കൽ സ്റ്റോറിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അങ്ങനെ ഇനി മുല്ലപ്പൂ വയ്ക്കുമ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഹെയർ പിൻ വെച്ച് സെക്യൂർ ചെയ്തിട്ടുണ്ട്. 2 ചുറ്റിൽ ചുറ്റിയതിന് ശേഷം അതിൻ്റെ മീതയ്ക്കല്ല, താഴേക്ക് മുടി ഫുള്ള് കവർ ചെയ്യാൻ പാകത്തിന് ഞാൻ ചുറ്റി വന്നിട്ട് നമുക്ക് ഹെയർ പിൻ വെച്ചിട്ട് ഇങ്ങനെ സെക്യൂർ ചെയ്ത് വരിക കേട്ടോ. ഏറ്റവും നല്ലത് യു പിന്നാണ്. അപ്പോൾ അതാകുമ്പോൾ നല്ല ഇതായിട്ട് ഇങ്ങനെ ടൈറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. നമുക്ക് കുത്താനും കുറേ കൂടി എളുപ്പമാണ്. ഇത് നമുക്ക് തന്നെ ചെയ്യുമ്പോൾ ഇത്തിരി പാടാണ്. ആരെങ്കിലും ഒന്ന് നോക്കി പറഞ്ഞാൽ നല്ലതായിരുന്നു, എന്നാലേ നമുക്ക് എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ എന്ന് അറിയില്ല. എനിക്ക് നോക്കാൻ കണ്ണാടി പോലും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്നാലും ഒരുവിധം ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. ഗ്യാപ്പില്ലാന്ന് തോന്നണില്ലേ, ഏതോ ഒരു ഭാഗത്തൊരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ഫ്രണ്ട്സോ അല്ലെ അമ്മ അച്ഛൻ ആരോടെങ്കിലും പറഞ്ഞാൽ മതി കേട്ടോ ഒന്ന് നോക്കാനായിട്ട്. ഹസ്ബൻഡിൻ്റെ അടുത്തൊന്ന് നോക്കാൻ പറഞ്ഞാൽ മതി ആരാ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ കമ്മലിട്ടു, വളയിട്ടു. വള നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ചതാണ്. കമ്മലും മാലയും സൃഷ്ടി ജ്വൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാ സ്റ്റോറിൽ നിന്നാണ്. ബ്ലൗസ് ആമസോണിൽ നിന്നാണ്. സ്കേർട്ട് ആമസോണിൽ നിന്നാണ്. ഇത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു മുണ്ടും വേഷ്ടിയാണ് കേട്ടോ. അത് നമ്മൾ ധാവണി പോലെ ആക്കിയെടുക്കുകയാണ്. ഈ ബ്ലൗസ് എനിക്ക് തോന്നുന്നു ഞാൻ ഓൾറെഡി ഹോൾ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു 700 ആ ഒരു റേറ്റിലുള്ളതാണ്. സ്കേർട്ട് 700 റേറ്റിലുള്ളതാണ്. ആക്ച്വലി 600 ബിലോ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് എല്ലാം വെവ്വേറെയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഒരു സ്കേർട്ട് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചൊരു ബ്ലൗസ് എടുക്കുക. എന്നിട്ട് മുണ്ടും വേഷ്ടി ഇട്ടാൽ മതി കേട്ടോ. ദുപ്പട്ട പോലെ ഇട്ടാൽ മതി. അപ്പോൾ നല്ലൊരു അടിപൊളി ധാവണി സെറ്റാവും. അതിനുവേണ്ടി നമുക്കിനി പ്രത്യേക ധാവണി മേടിക്കണം എന്നില്ല, നമുക്ക് ഈസിലി റീക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ലുക്ക്. മേക്കപ്പ് ആണെങ്കിലും ശരി, ഔട്ട്ഫിറ്റ് ആണെങ്കിലും ശരി. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഈ ബ്ലൗസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് മാച്ച് ആയിട്ടുള്ള സ്കേർട്ട് ആമസോണിൽ നിന്ന് 500-600 റേറ്റിലുള്ള സ്കേർട്ട് നോക്കി മേടിച്ചതാണ്. പിന്നെ മുണ്ടും വേഷ്ടി ഓൾറെഡി ഉണ്ടായിരുന്നത് ഞാൻ ഇതിനൊപ്പം പെയർ ചെയ്തെടുത്തതാണ്. പിന്നെ ആക്സസറിയൊക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത്തവണത്തെ ഓണത്തിന് ഈ ഒരു ലുക്ക് ട്രൈ ചെയ്ത് നോക്കുക. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള മേക്കപ്പാണ്, ഔട്ട്ഫിറ്റാണ്, ഹെയർ സ്റ്റൈൽ ഈസിലി റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതായത് നമുക്ക് നാളെ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.